ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോഴേ തീരെ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും അധികം ചെയ്യാത്തത്, ലൈവിലൊന്നും വന്നിരിക്കാൻ പറ്റാതെ പോയി. എന്നിരുന്നാലും ഇന്നും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് മരണങ്ങളെക്കുറിച്ച് നമ്മൾ പത്രങ്ങളും മീഡിയയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ മരണവാർത്തയാണല്ലോ കേൾക്കുന്നതല്ല. ഇപ്പം ലാസ്റ്റ് ഒരു അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ചു. അതും ഭർത്താവിൻ്റെ നിരന്തരമായ പീഡനം മൂലം, മാനസിക പീഡനം മൂലം. നിങ്ങൾ വിചാരിക്കുമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ളവന്മാരുണ്ടോയെന്ന്. ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു. ഇങ്ങനെയുള്ളവന്മാരുണ്ട്. കുട്ടികളെ മാത്രം മതി. ഭാര്യ മരിച്ചാലും കുഴപ്പമില്ല, ഭാര്യ ഉപേക്ഷിച്ച് പോയാലും. ഭാര്യ എന്ന് ഞാൻ ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ ജീവിക്കുന്ന കുട്ടിയും പറയുന്നില്ല, അവനങ്ങനെയുള്ള ചിന്തയുമില്ല. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ള ഒരു ബിസിനസ് മൈൻഡോടുകൂടി വന്ന് കിട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാര്യമൊന്നും നമുക്കറിയാൻ പാടില്ലെങ്കിലും കേരളത്തിൽ അങ്ങനെയുണ്ട് എന്ന് ഞാൻ ശക്തമായും അടിവരയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുട്ടികളെ മാത്രം മതി. കുട്ടികൾ എന്നുദ്ദേശിക്കുമ്പോൾ അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഒക്കെ അവകാശവാദം പറഞ്ഞുകൊണ്ട് വന്ന് കുട്ടിയെ മാത്രം കൊണ്ടുപോയാൽ മതി, കുട്ടിയെ മാത്രം മതി, നീ ഏത് വഴിക്ക് വേണമെങ്കിലും പൊക്കോ, നീ ഒഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, നീ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ച പിതാവും അവൻ്റെ കുടുംബാംഗങ്ങളും ഈ ഒരൊറ്റ വർത്തമാനത്തിനെ നിൽക്കത്തുള്ളൂ. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ്. ഇങ്ങനെയുള്ളവന്മാരുണ്ട്. അവൻ്റെ കുടുംബത്തിലെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് കല്യാണം എന്നുള്ള ഒരു കച്ചവടമായിട്ട് വരും. കച്ചവടം. അവനാവശ്യം സ്വർണ്ണമായിരിക്കും, വീട്ടുകാർക്ക് ആവശ്യം ഒരു കുഞ്ഞിനെയായിരിക്കും. അതിനുള്ളൊരു മാർഗമായിട്ട് വരുന്നതാണ് ഇന്നത്തെ ഈ ട്രെൻഡ്. ഇതൊരുപാടുണ്ട്, നടക്കുന്നുണ്ട്. ഇനിയും മരണങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും ഇതുപോലെ, അമ്മയും കുഞ്ഞുമൊക്കെ മരിക്കുന്നത്. ഈ അവകാശങ്ങൾ വന്ന് ആ മാനസിക പീഡനം മൂലമാണ് ചെയ്തു പോകുന്നത്. ഇത് ഉമ്മമാരും മനസ്സിലാക്കുമല്ലോ, അവരുടെ വീട്ടുകാരും മനസ്സിലാക്കത്തില്ല. അവർക്ക് അവരുടെ വിജയം, അവരുടെ അവകാശം എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയെ തട്ടിയെടുക്കാനും ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഈ പെൺകുട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അന്വേഷിച്ച് നോക്കൂ, കണ്ടെത്തുന്ന